വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിനക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവം ഒരു വാതിൽ തുറക്കും. ആർക്കു വേണ്ടിയാണ് ദൈവം അത് ചെയ്യാൻ പോകുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. നിങ്ങൾ വചനത്തെ സ്നേഹിച്ച നിമിത്തം നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ പകച്ചവരുടെ നടുവിൽ അവർ ലജ്ജിക്കേണ്ടതിന് ദൈവം ഒരടയാളം ചെയ്യും. ദൈവം ഒരു വാതിൽ തുറക്കും. അത് നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കും. അതിൽ ദൈവത്തിൻ്റെ ആദരവുണ്ടായിരിക്കും, അഭിഷേകം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ ഓർക്കും. നിങ്ങൾ വില കൊടുത്തത്, വചനത്തിന് വേണ്ടി നിന്നത്, സ്ട്രഗിൾ ചെയ്തത് ദൈവം ഓർക്കും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നിങ്ങളെ ഓർക്കുന്ന സമയങ്ങൾ വരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ സൂക്ഷിച്ചതുകൊണ്ട്, വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചതുകൊണ്ട്, വിശുദ്ധി സൂക്ഷിച്ചതുകൊണ്ട്, പ്രത്യാശ മുറുകെ പിടിച്ചതുകൊണ്ട്, സത്യവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. സത്യവാനായ ദൈവം അരുളി ചെയ്യുന്നു. വിശുദ്ധനായ ദൈവം അരുളി ചെയ്യുന്നു. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിവുള്ള ദൈവം, ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള ദൈവം, അധികാരമുള്ള ദൈവം അരുളി ചെയ്യുന്നു: ഞാനത് ചെയ്യും. ഞാൻ നിന്നെ ഓർക്കും. വിശ്വസിക്കുക, നിങ്ങൾ വില കൊടുത്തത് വെറുതെ ആകില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.